ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാനൊരു ചപ്പാത്തി വരുന്ന ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തിന്നാക്കാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഹാർഡ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ വീട്ടിൽ അത് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ആ ചിക്കൻ എല്ലാം ഒരു നമ്മുടെ ചിക്കൻ സ്ട്രിപ്സിൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചിക്കൻ പീസസിലേക്ക് കുറച്ച് സോൾട്ടും കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡറും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും ബ്ലാക്ക് പെപ്പർ പൗഡറും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മൊത്തത്തിൽ ആ ചിക്കനൊന്ന് കൂട്ട് ചെയ്ത് കൊടുക്കണം. അതും കൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. സോ ആ മൈദയിലേക്ക് ഞാൻ നമ്മളുടെ എഗ്ഗിൽ കൂട്ട് ചെയ്ത ചിക്കൻ പീസസ് എല്ലാം എടുത്തൊന്ന് ഫസ്റ്റ് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഞാനിത് ഡബിൾ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. കാരണം ഡബിൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ക്രിസ്പി ആയിട്ട് ചിക്കൻ കിട്ടും. എണ്ണയിലിടുന്നതിന് മുന്നേ ഞാൻ ഈ ചിക്കൻ പീസസ് ഫസ്റ്റ് കോട്ട് ചെയ്ത പീസസ് എല്ലാം ഒന്ന് ഡബിൾ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ എണ്ണയിലിട്ടത്. സോ ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിലിടാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലായാലും ഓക്കെയാണ്. സോ ഇതിലേക്ക് ഞാനിപ്പം നമ്മുടെ ഡബിൾ കോട്ട് ചെയ്ത ചിക്കൻ പീസസ് എല്ലാം ഞാനെടുത്ത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകണം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിപ്പം ഞാൻ 500 grams ഓഫ് ചിക്കനാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ബാച്ചായിട്ടാണ് ഞാൻ നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. സോ ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടെ ഇതേപോലെ ഓയിലിട്ടിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയനും ക്യാപ്സിക്കവും ഗാർലിക്കും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഒരു 8-10 ഗാർലിക് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഗാർലിക് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളുടെ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എണ്ണയിലേക്ക്. അതിനുശേഷം നമുക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച് ക്യാപ്സിക്കം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് നമ്മളുടെ സോസ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സോസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ആദ്യം നമ്മളിതൊന്ന് സോഫ്റ്റ് ആയി വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു സോസായിട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ശ്രീരാജ ചില്ലി സോസാണ്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു അവർ സ്പൈസ്. ഒരു മോർ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ വരെ ഇടാം. 3 ടേബിൾ സ്പൂൺ ശ്രീരാജ സോസിന് ഞാൻ 2 സ്പൂൺ സോയ സോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു ചെറിയൊരു ടേബിൾ സ്പൂൺ ഞാൻ ഹണിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഹണി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് സോസ് ഒന്ന് കുറച്ച് തിക്കാവാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് മൈദയും ഒരു സ്പൂൺ വെള്ളവും ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ഒരു മൈദ മിക്സ് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സോസി ടെക്സ്ചർ കുറച്ചൊന്ന് തിക്കാവാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ ആയ ചിക്കൻ പീസസ് ഒന്ന് ഇതിലെ ഈ സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമ്മുടെ സോസ് ആ ചിക്കനിലേക്ക് കോട്ട് ചെയ്യുന്നിടം വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുൾ നമ്മുടെ സോസും ചിക്കനിലൊന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കണം. സോ അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഒരു ഗ്രീൻ പോർഷൻ കട്ട് ചെയ്ത് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അത്രേ ഉള്ളൂ പരിപാടി. നമ്മളുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. See you in my next video. Till then, bye.